കട്രയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് യാത്ര കഴിഞ്ഞ് നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തി. ഫ്രീസറിൽ നിന്ന് മാത്രം ഐസ് വാരി എന്നെ സംബന്ധിച്ച് ഈ ഒരു കാഴ്ച ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്നോ ഒക്കെ ഇപ്പോഴും ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കശ്മീർ ഒരു ഫ്രീസർ പോലെയല്ലേ. ഈ ഫ്രീസറിലാണ് ഇനി നമ്മുടെ അടുത്ത 5 ദിവസവും. വെൽക്കം ടു കശ്മീർ. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ വ്യൂ ആണിത്. ശ്രീനഗറിലെയും കട്രയിലെയും റെയിൽവേ സ്റ്റേഷനും അതിന്റെ പരിസരവും ഒക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വരെ നമുക്ക് നമ്മുടെ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ പാർക്കിങ്ങിൽ നിർത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്നു വേണം പോകാൻ. ഞങ്ങൾ ഇവിടെ ശ്രീനഗറിലെത്തിയപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ 4 ഡിഗ്രി ആയിരുന്നു. കണ്ടില്ലേ എല്ലാവരും ജാക്കറ്റും തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നേ. ഞങ്ങളുടെ ഈ കശ്മീർ ട്രിപ്പ് കശ്മീരിലെ 40 ഡേയ്സ് നീളുന്ന ചില്ലേക്കലാൻ്റെ സമയത്തായിരുന്നു. നല്ല തണുപ്പുള്ള സമയമാണ്. ഈ ചില്ലേക്കലാൻ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. എന്താ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി എന്നൊക്കെ ഒന്ന് നോക്കിയേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ആംഡ് ഫോഴ്സിന്റെ പ്രസൻസ് നല്ല പോലെ കാണാമെന്ന്. ഇവിടെ എല്ലാ മെയിൻ ജംഗ്ഷനിലും എല്ലാ ടേണിങ്ങിലും നമുക്ക് ഇവരുടെ പ്രസൻസ് കാണാൻ പറ്റും. ഇവരുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉള്ളതാണ് ഇവര്. നമ്മളിന്ന് ഏർലി മോർണിംഗ് കട്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. നമ്മളതുകൊണ്ട് നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിൽ പോയി ചെക്കിനൊക്കെ ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളിന്ന് ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. ആ മലമുകളിൽ കാണുന്നതാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോട്ടലെത്തി. ഇനി അടുത്ത 5 ദിവസവും നമ്മൾ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ശ്രീനഗർ സിറ്റിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് ഖൈബർ ബൈ ഏഞ്ചൽ വിങ്സ്. ഞങ്ങളുടെ റൂമാണിത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റൂം. അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. റൂം നോക്കിയ സമയത്ത് ഞങ്ങളുടെ മെയിൻ കൺസേൺ ഹീറ്റർ വേണമെന്നുള്ളതായിരുന്നു. ഇവിടെ റൂം ഹീറ്ററും പിന്നെ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡും സർവീസും എടുത്തു പറയേണ്ടതാണ്. അടിപൊളിയാണ്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഒന്ന് ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങി. ഇതാണ് ദൽ ലേക്ക്, നമ്മുടെ ദാൽ തടാകം. നമുക്കിവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ കാണാം. നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹൗസ് ബോട്ടിലും സ്റ്റേ ചെയ്യാം കേട്ടോ. ഇവിടെയുള്ള ഈ ചെറിയ ബോട്ടുകളൊക്കെയാണ് ഷിക്കാര. ഈ ശ്രീനഗറിലെ ദൽ ലേക്കിലെ ഷിക്കാര റൈഡ് ഭയങ്കര ഫേമസ് ആണ്. ഇതേ ഒരു ഷിക്കാര വരുന്നത് കണ്ടില്ലേ. ഇന്ന് നമ്മൾ ഷിക്കാര റൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെയുള്ള ശ്രീ ശങ്കരാചാര്യ ടെമ്പിളും പിന്നെ മുഗൾ ഗാർഡനുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ കണ്ടില്ലായിരുന്നോ? ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ മലയാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മല കയറും തോറും ശ്രീനഗറിൻ്റെയും ഈ ദാൽ തടാകത്തിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ നമുക്ക് കാണാം. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പം റോഡിന്റെ 2 സൈഡിലുമായിട്ട് സ്നോ കിടക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ വണ്ടിയിലോ അല്ലെങ്കിൽ താഴേന്ന് ഓട്ടോ വിളിച്ചാണെങ്കിലും വരാം.
നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ വണ്ടിയിൽ കൊണ്ടേ ആക്കിയിരുന്നു. ഇവിടെ നിന്ന് ഇനി കുറച്ച് സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിലേക്ക് എത്താൻ. നമ്മൾ സ്റ്റെപ്പ് കയറുന്നതിനെക്കാട്ടും മുമ്പ് ഇവിടെ ഒരു ബാക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീനഗറിലെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പം സ്റ്റെപ്പൊക്കെ കയറി കുറച്ച് നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. നല്ല തണുപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്നോയും കിടക്കുന്നുണ്ട്. ടെമ്പറേച്ചർ 2 ഡിഗ്രിക്ക് അടുത്താണ്. എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ് സൗണ്ടിനൊക്കെ ഭയങ്കര വ്യത്യാസം വന്നു. നല്ല തണുപ്പുണ്ട്. സ്റ്റെപ്പ് കുറച്ചധികം കയറാനുണ്ട്. സ്നോ കിടക്കുന്നുണ്ടോ? നമ്മൾ കയറി പോകുന്നതിൻ്റെ സൈഡിലുള്ള മരങ്ങളിലായിട്ട് കുറച്ച് ബേർഡ്സിനെ കണ്ടു. ഞാനിതുവരെ നേരിട്ട് കാണാത്തൊരു ബേർഡാണിത്. യെല്ലോ ബിൽഡ് ബ്ലൂ മാഗ്പൈ. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ബേർഡാണ്. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഈ ബേർഡിനെ അങ്ങനെ കാണാൻ പറ്റില്ല. ഹിമാലയൻ ഫോറസ്റ്റിലും ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിലുമാണ് ഇവരെ അധികവും കണ്ടുവരുന്നത്. कर्पूरगौरं करुणावतारं संसारसारं भुजगेन्द्रहारं सदा वसन्तं हृदयारविन्दे भवं भवानी सहितं नमामि. कर्पूरगौरं करुणावतारं संसारसारं भुजगेन्द्रहारं सदा वसन्तं हृदयारविन्दे भवं भवानी सहितं नमामि. അമ്പലത്തിൻ്റെ ടോപ്പിലെത്തി ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടുകഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും നേരം സ്റ്റെപ്പ് കയറി വന്ന ക്ഷീണമൊക്കെ എങ്ങോട്ടാ പോയെന്നുള്ളത് തന്നെ മനസ്സിലാവില്ല. ഈ ഒരു ക്ഷേത്രത്തിന് 2500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാശ്മീരിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ഒരു മല ഇപ്പം ശങ്കരാചാര്യ ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇത് ഗോപാദ്രി ഹിൽസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഈ സ്നോ ഒക്കെ കിടക്കുന്നത് കണ്ടില്ലേ? നമ്മൾ ഈ കല്ലിട്ട പാതയിലൂടെ നടക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഐസിലൂടെ നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ശങ്കരാചാര്യൻ്റെ അമ്പലത്തിൽ നമ്മൾ തൊഴുതു. നല്ല രീതിക്ക് തന്നെ തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു കാം അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ ഒന്ന് നോക്കി. ശ്രീനഗറിൻ്റെ ഒരുവിധം എല്ലാ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നത് ഡാൽ ലേക്കാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണിത്. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ നോക്കി നിൽക്കാം. ആ വളഞ്ഞൊഴുകി പോകുന്നത് ഝേലം നദിയാട്ടോ. എട്ടാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യർ കശ്മീർ സന്ദർശിച്ചപ്പോൾ ഇവിടെ ഈ ഗോപാദ്രി ഹിൽസിലായിരുന്നു താമസിച്ചിരുന്നതെന്നും ഇവിടെ ഇരുന്നായിരുന്നു അദ്ദേഹം ധ്യാനിച്ചിരുന്നതെന്നുമാണ് പറയപ്പെടുന്നത്.
നമ്മളങ്ങനെ ക്ഷേത്രമൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുക കേട്ടോ. ടെമ്പറേച്ചർ നല്ല രീതിക്ക് കുറഞ്ഞു വരുന്നുണ്ട്. സ്നോ കിടക്കുന്നത് നോക്കി. ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ചിലേക്കലാൻ്റെ സമയത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ? ചിലേക്കലാൻ കശ്മീരിലെ 40 ഡേയ്സ് നീളുന്ന ഒരു വിൻ്റർ പീരീഡാണ്. ഈ ഒരു ടൈമിൽ കശ്മീരിൽ ഹെവി സ്നോഫോളും പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. ടെമ്പറേച്ചർ -ഡിഗ്രിയിലേക്കൊക്കെ ഡ്രോപ്പ് ആവും. നിങ്ങൾ കശ്മീരിലേക്ക് നല്ല തണുപ്പ് എൻജോയ് ചെയ്യാനും സ്നോ കാണാനും ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ ചിലേക്കലാൻ്റെ സമയത്ത് വരുന്നതാവും നല്ലത്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് -ഡിഗ്രി ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതേപോലെ സ്നോഫോൾ കാണാൻ പറ്റി. പിന്നെ സ്നോയിൽ മൂടി കിടക്കുന്ന കശ്മീരും കാണാൻ പറ്റി. ഞങ്ങൾ എങ്ങനെയാണ് ഈ ചിലേക്കലാൻ്റെ ടൈമിൽ ഇത് നോക്കി ബുക്ക് ചെയ്തതെന്നുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഈ കാണുന്നതാട്ടോ സബർവാൻ റേഞ്ച്. ഇത് നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ്റെയും പീർ പഞ്ചലിൻ്റെയും ഇടയ്ക്കുള്ള 32 കിലോമീറ്റർ നീളമുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ചാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിപ്പം ശ്രീനഗറിലെ ഫേമസ് ഗാർഡനായ നിഷാന്ത് ബാഗിലാണുള്ളത്. ഇതൊരു മുഗൾ ഗാർഡൻ ആണ്. ഇവിടെ വേറെ മുഗൾ ഗാർഡൻ ഉണ്ട്. നമ്മൾ വന്നേക്കുന്നത് നിഷാന്ത് ബാഗിലേക്കാണ്. നിഷാന്ത് ബാഗ് എന്ന് വെച്ചാൽ ഗാർഡൻ ഓഫ് ജോയ് എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മള് മുഗൾ ഗാർഡൻസ് ആയ നിഷാന്ത് ബാഗിലാണുള്ളത്. ഇപ്പം ഗാർഡൻ പുറത്ത് കാണുന്നൊക്കെ ഗാർഡനാണ്. ഫ്ലവേഴ്സിന്റെ ടൈം അല്ല ഇത്. പിന്നെ ഞങ്ങളിപ്പോൾ വിന്ററിൽ വന്നുകൊണ്ട് ഇവിടെ ഗാർഡനൊക്കെ കയറി ഒന്ന് വിസിറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇവിടെ വേറെ ഇഷ്ടംപോലെ ഗാർഡൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പുല്ലൊക്കെ ആകെ ഡ്രൈ ആയിരിക്കുകയാണ്, പച്ചപ്പൊന്നുമില്ല, പിന്നെ ഫ്ലവേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പം ഗാർഡന്റെ സമയമല്ല ആക്ച്വലി ഇത്. അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗാർഡനൊക്കെ കയറി കാണുക. എല്ലാ ഗാർഡനൊന്നും കയറി കാണുന്നില്ല. പിന്നോട്ടുള്ള ടുലിപ്പ് ഗാർഡനൊക്കെയാണ്. അതിന്റെ സീസണും ഇതല്ല, അതൊക്കെ സമ്മർ ടൈമിലുള്ളതാണ്. വിന്ററിൽ നമ്മൾ ശരിക്കും സ്നോ അങ്ങനത്തെ ആസ്വദിക്കാനായിട്ടല്ലേ വരുന്നത്. നിങ്ങളിവിടെ ഗാർഡൻ കാണാനാണ് വരുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഇവിടെ സ്പ്രിങ്ങും സമ്മറുമാണ്. ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾ ചിന്നാർ ലീവ്സ് ഒക്കെയാണ് കാണാൻ വരുന്നതെങ്കിൽ ഓട്ടമിൽ വരണം. ഞങ്ങളിപ്പോൾ വന്ന ടൈം ശരിക്കും ഗാർഡൻ കാണാൻ പറ്റിയ ടൈമല്ല. ഗാർഡൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഞങ്ങളിവിടെയുള്ള മറ്റ് മുഗൾ ഗാർഡൻസായ ഷാലിമർ ബാഗും ചഷ്മഷായും ഒക്കെ പോയി കാണുമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. എപ്പോഴെങ്കിലും ഇനി സമ്മറിൽ വരുമ്പം നമുക്ക് ഈ ഗാർഡനൊക്കെ ഒന്നും കൂടി കാണണം. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ വൈഫ് നൂർ ജഹാൻ്റെ ബ്രദർ ആസിഫ് ഖാനാണ് ഈ ഒരു ഗാർഡൻ നിർമ്മിച്ചത്. 1633 ഇത് നിർമ്മിച്ചത്. ഇതിപ്പം ഇന്ത്യയിലെ മുഗൾ ഗാർഡൻസിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഗാർഡനാണ്. ഈ നിഷാന്ത് ബാഗിലേക്ക് വരുന്നവരെ ഫ്രണ്ടിലുള്ള ദാൽ ലേക്കിൻ്റെ വ്യൂവും ബാക്കിലുള്ള സബർവാൻ റേഞ്ചിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കരമായി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ദാൽ ലേക്കിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതേപോലെ സ്നോ മൂടിക്കിടക്കുന്ന സബർവാൻ റേഞ്ചും കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ ടെറസ് ഫാമിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ഇതൊരു ടെറസ് ലെവൽ ഗാർഡനാണ്. 12 തട്ടിലായിട്ടാണ് ഈ ഗാർഡൻ നിൽക്കുന്നത്. ഈ നടുക്ക് കൂടി പോകുന്നത് ഫൗണ്ടെയിൻ ആട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. നിങ്ങൾ സമ്മറിലാണ് വരുന്നതെങ്കിൽ ഇതിൽ നിറച്ചും വെള്ളമായിരിക്കും. ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ.
ഈ ഒരു നിഷാന്ത് ബാഗ് ദാൽ ലേക്കിൻ്റെ ഏറ്റവും ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് ഉള്ളത്. ഇതിപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മലയാളികളെ കാണാൻ പറ്റി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കശ്മീരിലെ ദാൽ ലേക്കിലെ സൺസെറ്റ് വ്യൂ ആണ്. ശരിക്കും ഇതെനിക്കൊരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ ഗാർഡനൊക്കെ കണ്ടിറങ്ങി ഇവിടെ അടുത്ത് തന്നെയുള്ള ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മെയിൻ ഉദ്ദേശം ഇന്നലെ നമ്മൾ ട്രെയിനിൽ നിന്ന് കുടിച്ച് കാവ കുടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ കാവ തേടി ഇറങ്ങി. ഞാൻ തേടി നടന്ന കാവ എനിക്ക് കിട്ടി. എൻ്റെ ഈ കാശ്മീർ ട്രിപ്പിൽ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാവയായിരുന്നു ഇത്. സന്ധ്യ ആയതോടുകൂടി ടെമ്പറേച്ചർ ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഈ ഒരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം, അതും പേരൻസിൻ്റെ ഒപ്പമാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ നേരിട്ട കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത് റിസ്ക് അല്ലേ? ഇപ്പം കാശ്മീരിലേക്ക് പോകുന്നത് സേഫാണോ? ഇത്ര തണുപ്പത്ത് അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഉത്തരവാണ് ഈ ഒരു കാശ്മീർ സീരീസ്. ഞങ്ങളിതിൽ എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഗുൽമർഗും സോൻമർഗും പെഹൽഗാമും ഒക്കെ പോയതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. നല്ല അടിപൊളി വിഷ്വൽസാണ്. വീഡിയോസൊന്നും മറക്കാതെ കാണണേ. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പം ദാൽ ലേക്കിൻ്റെ വ്യൂ ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഹോട്ടലെത്തിയതും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി നേരെ ഡിന്നർ കഴിക്കാനാണ് പോയത്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തേത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് തീർച്ചയായും ഇഷ്ടപ്പെടും. കശ്മീരിൽ നമ്മുടെ ഫസ്റ്റ് ഡേൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.